മധുരയിലെ കാറ്റും മോളും മീറപ്പെണ്ണും കഥവാടാ മധുരപ്പുരി താണ്ടി വന്നേ ചിന്നപ്പുറത്തി അയ്യ ചിന്നപ്പുറത്തി മധുരപ്പുരിയിലെ വന്നവന്റെ റാണി അരുന്ധതി ദേവി കണ്ണിമ വെട്ടുമ്പോൾ കാര്യം ഗ്രഹിക്കുന്ന ദാസിക്കുന്ന മീര റാണിയും ദാസിയും കളിച്ചിരി പറഞ്ഞു റാണിയും ദാസിയും തുടിപ്പറിഞ്ഞു നോവേറ്റു പെറ്റതോരേ ദിവസം ഉണ്ണികൾ കണ്ടു പിറന്നൊരാവി നിദ്രാവിഹീനനാ മന്ത്രി മധുരത മരജനെ ആരോരും അറിയാതെ അധികാര മോഹത്താൽ വധിച്ചു നെറ്റിപ്പോലെ സിംഹാസനം അനാഥമായി സർവം തകർന്ന റാണി തൻ പുത്രനെ നെഞ്ചോടു ചേർത്തൊന്നു സാമീപ്യമായി സാന്ത്വനമായി സേവ ചെയ്യുന്നു മീര മധുരാധിപനുടെ സിംഹാസനത്തിൽ മതിച്ചിരുന്നു മന്ത്രി രാജപുത്രൻ യോഗ്യനാകുവോളം രാജ്യമീ നീജൻ ഭരിക്കുമത്രേ കാവലാളുകൾ ശബ്ദം താഴ്ത്തി ചുണ്ടും ചതി കേട്ട് കാതുപൊത്തി നിന്നു നീര മധുരാധിപനെ വധിച്ച പോലെ മധുരാധിപനുടെ മകനെ ഇന്നിരുളിൻ മറവിൽ കണ്ടം തുണ്ടമായി വെട്ടിയരിയേണം സിംഹാസനം സ്ഥിരമായി മന്ത്രിക്കേണം ആരോട് പറയാൻ എങ്ങനെ പറയാ ഏതുവിധം ചതിത്തടുക്കാൻ ഒന്നുമറിയാത്ത ദാസി പെണ്ണവൾ ആരോരും അറിയാതെ ചെയ്ത ത്യാഗം ഒരു പെണ്ണും ചെയ്യാത്ത ത്യാഗം ഉറങ്ങുന്ന രാജപുത്രനെ മാറ്റിതാ മുമ്പ് പ്രസവിച്ച എൻ പൊൻകുടത്തെ റാണി തന്നരികിൽ കിടത്തി നെറ്റിയിൽ യാത്രാ മൊഴി പോലെ ഉമ്മറൽകി രാജപുത്രനെ മാറോടച്ച് തിരിഞ്ഞൊന്നു നോക്കാതെ ഇറങ്ങി പിറ്റേന്ന് റാണി തന്നരികിൽ ചോരയിൽ കുതിർന്ന മാംസപിണ്ഡം വീരതൻ പൊന്നോമന രാജകുമാരനെ തിരികെ നൽകി മകനുടെ രക്തത്തെ സാക്ഷിയാക്കി മന്ത്രിതൻ ചതി ചൊല്ലി വീര വീരയെ തൊഴുതു നിന്നു ഒരു രാജ്യം മുഴുവൻ ഒന്നും കണ്ടില്ല വീര ഓമനപുത്രന് അമ്മിന്നയേക ജീവനുപേക്ഷിച്ചു പോയി മീര മീര നീ തന്നെ സ്നേഹം നീ തന്നെ ത്യാഗം നീ തന്നെ സ്ത്രീ കുലരത്നം നീ തന്നെ സ്ത്രീ കുലരത്നം